ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മോർണിംഗ് ടാസ്ക്കാണ് ഇത്രയ്ക്കും അനുമോളെ ഡീഗ്രേഡ് ചെയ്യാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? കാരണം ഒരു മോർണിംഗ് ടാസ്കിൽ PR പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ ബിന്നിയാണ് 16 ലക്ഷത്തിൻ്റെ PR അനുമോൾക്കുണ്ട് എന്ന് പറഞ്ഞത്. അത് എന്തർത്ഥത്തിലാണ് ആ കുട്ടി പറഞ്ഞത് എന്നുള്ളത് അനുമോൾക്ക് പോലും ക്ലിയർ അല്ല. കാരണം അനുമോൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, PR കൊടുത്തു, അതും 16 ലക്ഷത്തിന് എന്നൊക്കെ. അനുമോൾ അവളുടെ അമ്മയെ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല 16 ലക്ഷത്തിൻ്റെ PR ഒന്നും. എന്നിട്ടും ആൾക്കാർ ഓരോരുത്തരും അവിടുന്ന് തുടങ്ങിയതാണ്. അതുവരെ ഈ PR പറ്റി ഒരു സംസാരം ഉണ്ടായിരുന്നില്ല, ഹൗസിന് പുറത്താണെങ്കിലും ഹൗസിനകത്താണെങ്കിലും. ഇതിപ്പോൾ PR കൊടുത്തുകൊണ്ടാണ് അനുമോൾ അവിടെ നിൽക്കുന്നത്. PR ബലത്തിലാണ് അനുമോൾ ഒന്നും പറഞ്ഞാൽ കേൾക്കാത്തത്. PR ബലത്തിലാണ് അഹങ്കരിക്കുന്നത്. എന്തിന് വെസൽ കഴുകാത്തത് വരെ PR ബലത്തിലാണെന്ന് പറഞ്ഞ് നൂറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതാണ് പറയണത്, ഇങ്ങനെ ഒരു വ്യക്തിനെ ഇത്രയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം എന്താണ് ഈ ഒരു സീസൺ ശരിക്കും പറഞ്ഞാൽ വളരെ മോശം സീസണായിട്ടാണ് തോന്നുന്നത്. അതായത് ഒരാൾ വിന്നറാവും അല്ലെങ്കിൽ ടോപ്പ് 5 എന്ന് മറ്റുള്ളവർക്ക് തോന്നുകയാണ്. അതായത് മറ്റുള്ള കണ്ടസ്റ്റൻസിന്, അതുപോലെ ഔട്ടായി പോയ എവിക്ഷനായ പുറത്തു പോയ അതായത് മത്സരാർത്ഥികൾക്ക്, സഹമത്സരാർത്ഥികൾ പുറത്തു പോയിട്ടുണ്ടല്ലോ, ഇപ്പോൾ 8-10 പേരല്ലേ ഉള്ളൂ. അവരെല്ലാം പുറത്തിറങ്ങിയിട്ട് പറയണത് ഞങ്ങൾക്ക് PR ഒന്നുമില്ല, PR ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ നിന്നേനെ. ഇത് PR ബലത്തിലല്ല, നമ്മുടെ വോട്ടിംഗ് ബലത്തിലാണ് അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ നിൽക്കണത് എന്നുള്ളത് ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നിൽക്കണത് നമ്മൾ ഒന്നും ചെയ്യാതെ അവിടെ നിൽക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. ഒന്നും ചെയ്യാതെ നിൽക്കണവരാണ് ഓരോരുത്തർ ഔട്ടായി പോയത്. അപ്പോൾ ചിലർ ചോദിക്കും ജിസയിൽ പോയത് എന്താണ്, ആര്യം പോയത് എന്താണ്, അവരൊക്കെ നന്നായി ചെയ്തിട്ടില്ലേ, കളിച്ച വ്യക്തികളല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അത് ന്യായം, അത് ശരി തന്നെയാണ്. ജിസേൽ ആര്യൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ ആര്യന് കുറച്ച് അഹങ്കാരവും കുറച്ച് നെഗറ്റീവ് മീനിങ്ങും കുറച്ച് തെറിവിളിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് കുടുംബ പ്രേക്ഷകർ കാണുന്നത് തന്നെയാണ്. അത് എല്ലാ സ്ത്രീകൾക്കും, സ്ത്രീ സമൂഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആര്യന് വോട്ട് കുറഞ്ഞത്. പക്ഷേ ജിസേലിൻ്റെ കാര്യം അങ്ങനെയല്ല. ജിസേലിൻ്റെ കാര്യത്തിൽ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അത് നമുക്ക് അവിടെ വിടാം. അതിലെന്തെങ്കിലും കാര്യം ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. വോട്ട് കുറഞ്ഞ തന്നെ ആയിരിക്കാം എന്ന് വിചാരിക്കണു. പക്ഷേ വോട്ടിൻ്റെ ആ മറ്റേ ലിസ്റ്റൊക്കെ എടുക്കുമ്പോൾ ജിസയിൽ 2ാം പൊസിഷനിലായിരുന്നു ആ ടൈമിൽ. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം പോയിരിക്കുന്നത് അവരുടെ പ്രവൃത്തി മൂലമാണ് പോയത്. ഓരോരുത്തരും ഓരോ ആഴ്ചയിൽ എവിക്ഷനായി പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അവരവരുടെ ആ ബിഗ് ബോസ് ഹൗസിലെ പെർഫോമൻസ് അനുസരിച്ച് തന്നെ അവർ പുറത്ത് പോയിരിക്കുന്നത്. പിന്നെ ഇപ്പം അതിൻ്റെ ഉള്ളിൽ നിൽക്കണവരുണ്ട്. ഉള്ളിൽ നിൽക്കണ എല്ലാവരും നല്ലവരാണെന്നൊന്നും അതിൽ ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചിലവരൊക്കെ ഭാഗ്യം കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്, ചിലർ മറ്റുള്ളവരുടെ തണലിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. അവിടെ നന്നായിട്ട് ഡേ 1 തൊട്ട് ഗെയിം കളിച്ചത് ആരാന്ന് ചോദിച്ചാൽ അനീഷിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അനീഷ് ഡേ 1 തൊട്ട് ഈ ദിവസം വരെ, ഇപ്പോൾ 89ാമത്തെ ദിവസം തോന്നണമെന്ന്, ഈ ദിവസം വരെ അനീഷ് ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞ ഒരു സ്ഥലത്ത് ഇരിക്കണതോ ഇന്നേ വരെ ഒരു പ്രേക്ഷകരും കണ്ടു കാണില്ല. അനീഷിന് തോന്നുന്നത് ശരിയാണ് തോന്നുന്നത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനീഷിനെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെയാണ് അനുമോളാണെങ്കിലും. അനുമോൾ കരച്ചിൽ നാടകം നടത്തുന്നു പറഞ്ഞു. ചിലവർക്ക് അങ്ങനെയാണ്, ഇമോഷൻസ് പെട്ടെന്ന് വരും. അത് അവരുടെ അഭിനയമല്ല. ചിലവർക്ക് കണ്ണിന്ന് പെട്ടെന്ന് വെള്ളം വരും. മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ഓർത്താൽ മതി, പെട്ടെന്ന് കണ്ണിൽ വെള്ളം വരും. അപ്പോൾ അവരൊക്കെ ഈ നാടകം നടത്തുക. എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒന്ന് കേട്ടാൽ മതി, കണ്ണുകൂടെ തുടുതുടാന്ന് വെള്ളം വരും. ഞാനിപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്ന സ്ത്രീയാണോ, അല്ലെങ്കിൽ വല്ല ഫെയിമിന് വേണ്ടിയിട്ടാണോ ഞാൻ ഈ കരയണത്? അത് ഓരോരുത്തരുടെ നേച്ചറാണ്. ഇതിനെ അടക്കം അവർ PR ബലത്തിലാണ്, PR പറഞ്ഞിട്ടാണ് കരയണമെന്ന് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഹൗസിനുള്ളിലും പുറത്തും. സത്യം പറഞ്ഞാൽ അനുമോളോട് ഒരുപാട് അസൂയുള്ളവരുണ്ട്. അസൂയുള്ളവർ ഏറ്റവും കൂടുതൽ ആരാന്ന് പറയട്ടെ, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടായി പോയവർ. അവർക്ക് പറയാൻ പറ്റില്ല, ആർക്ക് കിട്ടിയില്ലെങ്കിലും ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, അനുമോൾക്ക് കിട്ടരുത് കപ്പ്.
അതുമാത്രം ലക്ഷ്യമിട്ടിട്ട് ഓരോരുത്തരും ഓരോരോ വീഡിയോകളും ഷോർട്സും ഒക്കെ ഇറക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭഗവാനെ, എന്നാലും ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരെന്ന് തോന്നിപ്പോവും. നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് കിട്ടട്ടെ, അതൊരു അഭിമാനമല്ലേ, അങ്ങനെ വിചാരിക്കില്ല. പറയണത് മുഴുവൻ സ്ത്രീകളാണെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. സ്ത്രീകളാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എതിരെ നിന്ന് സംസാരിക്കുന്നത്. എന്നിട്ട് വലിയ വർത്തമാനങ്ങളൊക്കെ പറയും, നമ്മൾ സ്ത്രീകൾക്ക് ഞങ്ങൾ വുമൺസിന് വേണ്ടി അങ്ങനെയാണ്, വുമൺ എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് വർത്തമാനത്തിനൊന്നും ഒരു കുറവുമില്ല. എനിക്കറിഞ്ഞൂടാ ഇവരൊക്കെ എന്താ ഇങ്ങനെ ചിന്തിക്കണമെന്ന്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ അനീഷും അനുമോളുമാണ്. അതിലാരാണ് ടോപ്പ് കപ്പ് കൊണ്ടുപോകാന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇവർ രണ്ടുപേരും നന്നായി കളിക്കുന്നുണ്ട്. അനീഷ് ഒപ്പത്തിനൊപ്പമുണ്ട്. എനിക്ക് തോന്നിയിരിക്കണ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഞാൻ ലൈവ് കാണാറുണ്ട്, എപ്പിസോഡ് കാണാറുണ്ട് എല്ലാം. അപ്പം എനിക്ക് തോന്നിയ കാര്യമാണ്. അതുപോലെ ഇപ്പോൾ ഒരു ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജി നടക്കുന്നുണ്ട്. അത് അനുമോളായിട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കൊണ്ടുവന്നതല്ല, എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയതാണ്. അനുമോൾ മിണ്ടാൻ പോയാൽ തന്നെ അവിടെയുള്ള 2 സ്ത്രീ രത്നങ്ങളുണ്ടല്ലോ വേറെ, ആദില, നൂറ, അവർക്ക് പിടിക്കില്ല. അവരെന്തൊക്കെയാണ് അനുമോളെ പറയണത്. ഇന്നലെ തന്നെ രാത്രി വെസൽ കഴുകുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട്, ഇതൊക്കെ ഞാൻ കഴുകിയതാണ്, ഇത് കഴുകണ്ട എന്നൊക്കെ. അപ്പോൾ അവൾ കഴുകുമ്പോൾ പറയുമോ നന്മമരാവാൻ നോക്കണ്ടെന്ന്. ഇതൊക്കെ പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണ്, നന്മവര ആവാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രങ്ങളൊക്കെ കഴുകണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കഴുകിയില്ലെങ്കിൽ അതിനും കുറ്റം, കഴുകിയ അതിനും കുറ്റം. എന്ത് ചെയ്യും ആ കുട്ടി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണത്. എങ്ങനെ ആ കുട്ടിക്ക് അവിടെ ഇരിക്കാൻ പറ്റണമെന്നുള്ളതാണ്. ആ അനീഷ് ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് സംസാരിച്ചിട്ടും, പിന്നെ ഇന്നലെ ബിഗ് ബോസ് വിളിച്ച് മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എന്നിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട്, PR-ൻ്റെ ബലത്തിലല്ല, നിങ്ങളുടെ വോട്ടിങ്ങിൻ്റെ സപ്പോർട്ടിലാണ് നിങ്ങളിവിടെ നിൽക്കണത് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വല്ലാത്തൊരു സീസണായിപ്പോയി ഇത്. അത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെയാണ് അത് ഇട്ട് കൊടുത്തത് കേട്ടോ. കാരണം PR-ൻ്റെ ഒരു മോർണിംഗ് ടാസ്കിൽ PR-നെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ബിന്നി ഒരു നല്ലൊരു സുഹൃത്താണെങ്കിൽ, ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഈ അനുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് പറയുമോ? അവളെ തക്കം നോക്കി നിൽക്കുകയായിരുന്നു ബിന്നിക്കും അനുമോളുടെ മേലെ നല്ല അസൂയുണ്ട് എന്നുള്ളത് നമുക്ക് അവരുടെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ മനസ്സിലായ കാര്യമാണ്. ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ അവളുടെ ഓരോ ഇൻ്റർവ്യൂവിലും അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റി. ഇങ്ങനൊരു ആരോപണം അഴിച്ചു വിട്ടത് കാരണം ഇനിയിപ്പോൾ ആ കുട്ടി വിന്നറായാലും എന്താ പറയുക, PR കാരണം, PR-ന് 16 ലക്ഷം കൊടുത്തിട്ടാണ്, PR-ൻ്റെ ബലത്തിലാണ് ജയിച്ചത്. അങ്ങനെയല്ലേ പറയുള്ളൂ. അറിഞ്ഞൂടാ എങ്ങനെ പോണു ഈ സീസൺ, എവിടെ ചെല്ലും, എന്താ അവസ്ഥ, എങ്ങനെ എത്തും എന്നൊന്നും അറിഞ്ഞൂടാ. ഇപ്പോൾ 89ാമത്തെ ദിവസമായി. ഇനി ആകെ 11-12 ദിവസത്തിനുള്ളിൽ ഫിനാലെ ഉണ്ടാവും. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് എനിക്ക് ലൈവ് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ മൊബൈലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും കൂടി നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുത്തുള്ളവരൊന്നും ഇല്ല പറഞ്ഞാൽ നമുക്ക് വിഷമമാണല്ലേ. നമ്മുടെ ആൾക്കാരൊക്കെ വീട്ടിൽ എത്തിച്ചേരുന്നവരെ. ഇത് ആ കുട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ഫോണില്ല, വേണ്ടപ്പെട്ടവരില്ല, പിന്നെന്താ കൂടെയുള്ളവരെല്ലാം ശത്രുക്കളെ പോലെ പെരുമാറുക. അപ്പോൾ അവിടെ എന്ത് മാനസികാവസ്ഥയിലായിരിക്കും ആ കുട്ടി അവിടെ കഴിയണമെന്നുള്ളതാണ് ഞാൻ സത്യം ആലോചിക്കാറുണ്ട്. അനുമോളുടെ വീട്ടിലുള്ളവരുടെ ഒരു വിഷമം എന്തായിരിക്കും, എത്ര പ്രഷറിലായിരിക്കും അവരവിടെ ജീവിക്കുന്നുണ്ടാവുക എന്ന്. കാരണം കാണണ എനിക്ക്, അതുപോലെ നമ്മളെപ്പോലെയുള്ള പ്രേക്ഷകർക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അനീഷും അനുമോളുമാണ് ഡേ 1 തൊട്ട് ഈ ദിവസം വരെ അവിടെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി എന്ന് പറയാമല്ലോ. അനീഷിനെ ഒരുപാട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അത് അനുമോളാണെങ്കിലും പണ്ടൊക്കെ ഭയങ്കരമായിട്ട് മോശം ആയിട്ട് വഴക്കുപാടി ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അനീഷിൻ്റെ ക്യാരക്ടർ എന്താ വെച്ചാൽ പിറ്റേ ദിവസം അതെല്ലാം മറന്ന് എല്ലാവരുമായിട്ട് സംസാരിക്കും. പക്ഷേ അനുമോൾക്ക് അങ്ങനെ പറ്റണില്ല. അല്ല, അതെല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അനുമോൾക്ക് പറ്റണില്ല പറയാൻ മെയിൻ കാരണം ഈ 2 സ്ത്രീകളുണ്ടല്ലോ അവിടെ, അവർ അടുത്ത് കൂടണ അവരുടെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അടക്കം ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അനുമോളെ പറ്റി ഓരോന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം അനുമോൾക്ക് വല്ലാതെ പ്രശ്നങ്ങൾ വരുന്നത്. കുഴപ്പമില്ല, എന്നാലും ഇത്രത്തോളം തരണം ചെയ്തില്ലേ. ഇനിയിപ്പോൾ 10-12 ദിവസമല്ലേ ഉള്ളൂ. അതൊക്കെ ഈസി ആയിട്ട് അനുമോൾക്കും
തരണം ചെയ്യാൻ പറ്റും. അതുപോലെ അനീഷാണെങ്കിലും നന്നായി കളിക്കുന്നുണ്ട്. അനീഷും നല്ല വിന്നിങ് പവറുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അനീഷാണെങ്കിലും മുന്നിലെത്തണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നൂറയ്ക്ക് 3.5 ലക്ഷം കിട്ടി. അപ്പോഴും പറയണ്ടായിരുന്നു എനിക്ക് അസൂയാണെന്ന് പറയരുത്, അല്ല എനിക്ക് 3.5 ലക്ഷം കിട്ടിയതിൻ്റെ അഹങ്കാരമാണെന്ന് പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് 2 ബേബിമാരും കൂടെ അവിടെ അനിമോൾക്കിട്ട് താങ്ങുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാൻ മറന്നുപോയതാണ്, ആദ്യമേ പറയണമെന്ന് വിചാരിച്ചതാണ്. ബിഗ് ബോസ് സീസൺ 6 2 മത്സരാർത്ഥികൾ അനിമോൾക്കെതിരെ വളരെ മോശം ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ട്. PR-ൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്, PR ഇത്ര ലക്ഷം കൊടുത്തു എന്നെല്ലാം അവർ കൺഫേം ആയിട്ട് പറയുകയാണ്. എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അവരിതെല്ലാം പറയാൻ വേണ്ടി അവർ എത്ര ലക്ഷം വാങ്ങിച്ചു എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ വളരെ മോശമാണ്. പിന്നെ ആ വ്യക്തി തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ജിൻഡോന് കപ്പ് കിട്ടിയത്. ജിൻഡോ ഒരുപാട് അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജിൻഡോന് കപ്പ് കിട്ടിയത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുക, പൊട്ടെന്ന് വിളിക്കുക, മണ്ടെന്ന് വിളിക്കുക. എന്നിട്ടും അതെല്ലാം സഹിച്ച് ഡേ 1 തൊട്ട് അയാൾ നിന്നതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് കപ്പ് കിട്ടിയത്. പക്ഷേ അയാളെ പറയണത് പൊട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വ്യക്തി തന്നെ പറയുന്നുണ്ട് സീസൺ 6 ഒരു പൊട്ടൻ കപ്പ് കൊണ്ടുപോയി, സീസൺ 6 അനിമോളാണ് കപ്പ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു പൊട്ടി കപ്പ് കൊണ്ടുപോയി എന്ന് പറയേണ്ടി വരുന്നു. ഇതൊക്കെ വളരെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. എനിക്കിപ്പോൾ ഒന്നും പറയാൻ കിട്ടണില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.